നമ്മളെല്ലാവരും ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ 1-ാം നമ്പർ ആവണം എന്ന് തന്നെയാണ്. അതിനാണ് എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അള്ളാഹിൻ്റെ സ്വർഗ്ഗലോകം കിട്ടണം. ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകണം, വളരെ സന്തോഷം വേണം അല്ലേ? ഇതാണ് എല്ലാവരുടെയും ആഗ്രഹമെന്ന് പറയുന്നത്. ഈ പറയുന്ന എൻ്റെയും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെയും എല്ലാവരും ചോദിച്ചാൽ ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് ജീവിക്കുമ്പോൾ എന്തിനാണ് നീ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, പടച്ചോനെ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സ്വർഗം ലഭിക്കാനാണ്. ആ സ്വർഗം നമുക്കില്ല എന്നതുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഇങ്ങനെ നമ്മൾ ഇബാദത്തിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കൂല അല്ലേ? അതങ്ങനെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ പടച്ച റബ്ബിന് അതറിയാം. എൻ്റെ അടിമകൾ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ വലിയൊരു വാഗ്ദാനം അവർക്ക് കൊടുക്കണമെന്ന്. നമ്മളങ്ങനെ തന്നെ അല്ലേ? ഒരു മാസം നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ അതിന് ശമ്പളം കിട്ടണം, എന്നാലേ നമുക്ക് ആ പണിക്ക് ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അതങ്ങനെയാണല്ലോ അല്ലേ? എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമയെ കുറിച്ചും അറിയാം. അവന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പരിശുദ്ധമായ സ്വർഗ്ഗലോകം. ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, എൻ്റെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സമ്പത്തുള്ളവനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ പറയും അവരാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മക്കളെ കൊണ്ട് സന്തോഷം അനുഭവിക്കപ്പെടുന്നവനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയും അവനാണ് അല്ലേ? അല്ലെങ്കിൽ നല്ല വാഹനമുള്ള, നല്ല വീടുള്ള, നല്ല സൗകര്യത്തോടു കൂടി ജീവിക്കുന്നവനെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പറയും അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയും. ഇന്ന് നമുക്കറിയാം നമ്മൾ ഭാഗ്യവാനാണെന്ന് കണക്കാക്കൽ, ലോട്ടറി അടിച്ചവനെ കുറിച്ചിട്ട് നമ്മൾ പറയും അവനാണ് ഭാഗ്യവാൻ എന്ന് അല്ലേ? അങ്ങനെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പല ദുനിയാവിന്റെ മേഖലകളിൽ പലതിലൂടെ പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു ഭാഗ്യം, അവന്റെ ഒരു ഭാഗ്യം, അവന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്നറിയുമോ? അല്ലാഹുവേ പടച്ച റബ്ബേ, ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് നമ്മൾ കുടുംബമായി കഴിയുമ്പോൾ അല്ലാഹുവേ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ദീനിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അതിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഏത് മനുഷ്യന്റെ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മോട് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ജീവിക്കുന്ന നമ്മള് എത്ര വലിയ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരാകട്ടെ, എത്ര വലിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാകട്ടെ, എത്ര വലിയ കോട്ടക്കത്തളങ്ങൾക്ക് ഉള്ളറയിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അവിടെ മുമ്പിലേക്കെല്ലാം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമല്ലോ. ആ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ, ആ അസ്റായീലിന്റെ മുമ്പിൽ നമ്മളെല്ലാം ഇങ്ങനെ വല്ലാതെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. ആ അസ്റായീലിനെ കാണുമ്പോൾ പേടിക്കുന്ന രംഗമുണ്ട്. ആ രംഗം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ലല്ലോ. ആ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് നമ്മൾ വല്ലാത്തൊരു അഭിമുഖം നടത്താനുണ്ട്. അവിടുന്ന് സലാം പറയണം നമ്മോട്, അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ റൂഹിനെ പിടിക്കണം. അവിടുന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ മലക്കുകൾ വന്നിട്ട് സ്വാഗതം പറയണം. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ എത്രയോ സന്തോഷത്തോടു കൂടി നമ്മുടെ റൂഹിനെ അവിടുന്ന് പിടിക്കണം. ആ ഒരു സമയം നമുക്ക് കടന്നു വരുന്ന ഏതൊരാളും ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് നിന്ന് ആ ഒരു സമയം കടന്നു വരാതെ പോകുന്നില്ലല്ലോ. അസ്റായീൽ വരുന്നുണ്ട്, ഒരുപാട് മലക്കുകൾ വരുന്നുണ്ട്. ആ മലക്കുകളുടെ മുന്നിൽ കിടന്നുകൊണ്ട് നമ്മളിങ്ങനെ വല്ലാതെ അട്ടഹസിക്കും, നമ്മൾ പേടിക്കും, നമ്മൾ വേജാറാ
ബേജാറാകും. എന്നാൽ ബേജാറാകാത്ത, നമ്മൾ പ്രയാസപ്പെടാത്ത ഒരു ശരീരമായി നമ്മുടെ ആത്മാവിനെ നമുക്ക് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആരുടെ വാക്കാണ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുണ്യമായ കലിമത്ത് തൗഹീദായി മാറുന്നത്? ആ ഒരു വാക്ക് ആരുടേതായി മാറുന്നുണ്ടോ അങ്ങനത്തെവർക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര് അവരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. മക്കളെ കെട്ടിക്കാനുണ്ട്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വിവാഹം നടക്കാനുണ്ട്. ഈ ദുനിയാവിൽ നമുക്ക് വീട് വേണം, നമുക്ക് ജോലി വേണം. തന്റെ ഭാര്യയോട് കൂടെ ഒന്നുകൂടെ എനിക്ക് സന്തോഷിക്കണം, എൻ്റെ മക്കളോട് കൂടെ എനിക്കൊന്നും കൂടെ ആനന്ദിക്കണം. എല്ലാം നമ്മുടെ ഭാര്യ, നമ്മുടെ ഹൃദയാന്തരത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങളെ മുഴുവനും നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അള്ളാഹുവിന്റെ മാലാഖമാരിൽപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. ആ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നാൽ പിന്നെ നമ്മുടെ റൂഹിനെ ഇങ്ങനെ വലിച്ചൂരുകയാണ്. നമ്മുടെ റൂഹിനെ ഇങ്ങനെ വലിച്ചൂരുകയാണ്. ആ റൂഹിനെ എങ്ങാനും പിടിച്ചാൽ പിന്നെ നമ്മുടെ ശരീരമൊന്ന് ആലോചിച്ചു നോക്കണേ, പിന്നെ ചലിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും കൂട്ടിനായി നിന്റെ കൂടെയുണ്ട്, എൻ്റെ മക്കളുണ്ട്, തൻ്റെ ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ മുഖത്ത് നോക്കിയിട്ട് പറയണം, എനിക്ക് അമ്മ കരയരുത്, അല്ലെങ്കിൽ മരണത്തിന്റെ വേദനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ആഗ്രഹമുണ്ട്. നമുക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു രംഗം നമുക്ക് വരാനുണ്ട്. ആ രംഗമാണ് മരണമെന്ന് പറയുന്നത്. ആ രംഗമാണ് അസ്റായീൽ കടന്നു വരുന്ന ഏറ്റവും വലിയ അവസ്ഥയെന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, ആ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ വിജയിച്ചവര്. അപ്പോഴാണ് നമ്മൾ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിട്ട് മാറുന്നത്. ഈ ദുനിയാവിലെ സൗന്ദര്യം കൊണ്ട്, ഈ ദുനിയാവിലെ പണം കൊണ്ട്, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ആഡംബരങ്ങളെ കൊണ്ട് ജീവിക്കുന്ന നമ്മള് എന്താണ് ദുനിയാവിൽ നമുക്ക് നേടുന്നത്? പ്രിയമുള്ളവരെ, ഇതൊന്നും നമുക്ക് നേടാൻ കഴിയുന്നില്ല. ഇവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ, ഇവിടെ വിജയിച്ചവരായി മാറണമെങ്കിൽ അത് അള്ളാഹുവിലേക്ക് മരിച്ചു ചെല്ലുമ്പോൾ, അള്ളാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് കടന്നു പോകാൻ ആർക്കാണോ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് അതിന് കഴിയൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുമ്മ അമിത്നി മുസ്ലിമാ, അല്ലാഹുവേ നീ ഞങ്ങളെ മുസ്ലിമാക്കിക്കൊണ്ട് മരിപ്പിക്കണേ അല്ലാ. അല്ലേ, മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണേ അല്ലാ, മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ അല്ലാ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. റബ്ബിനോട് ഇരു കരങ്ങൾ നീട്ടിയിട്ട് നമ്മൾ ചോദിക്കണം. അള്ളാന്റെ ദർബാറിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തണം. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ എല്ലാവരും പൊട്ടിക്ക് അല്ലാഹുവേ, എല്ലാവരും സുഖനിദ്രയിൽ കിടന്നുറങ്ങുമ്പോൾ തന്റെ ഹൃദയം, തന്റെ കണ്ണും, തന്റെ കാതുമെല്ലാം ഏകനായ റബ്ബിലേക്ക് കൊടുത്തുകൊണ്ട്, ആ അല്ലാഹുവിലേക്ക് സ്നേഹം കൊടുത്തുകൊണ്ട്, ആ റബ്ബിലേക്ക് നമ്മൾ ചോദിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയണം സ്വർഗം. അള്ളാന്റെ നല്ല മരണം വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇതാണ് ദുനിയാവിൽ വിജയിച്ച ആളുകൾ, ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അവർ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. അല്ലെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ.
ഇന്ന് നോമ്പില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. തമ്മാടിത്തരം കാട്ടി നടക്കുന്ന ഓന്റെ വാതിലിന്റെ മുമ്പിലും ഉണ്ടാകും, വീടിന്റെ വാതിലിന്റെ മുമ്പിലും ഉണ്ടാകും തവക്കൽതു അലല്ലാഹ്. എല്ലാ തമ്മാടിത്തരം കാട്ടിട്ട് നടക്കുന്ന ഓനും എഴുതി വെക്കും വാതിലിന്റെ മുമ്പിൽ തവക്കൽതു അലല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കി. എടാ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് കബൂലാക്കണമെങ്കിൽ എന്തൊരു ചിന്ത നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കണ്ടേ അല്ലേ? നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു വല്ലാത്തൊരു ഭക്തി നമ്മൾ കൊടുക്കണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത് മുഴുവനും നമ്മൾ ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കാം. ആ പടച്ച റബ്ബിന് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ കൊടുക്കണില്ല. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ? ഒരുത്തന്റെ മുമ്പില് ഒരുത്തന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് നമ്മളാ. അവന്റെ വീട്ടിന്റെ കാര്യം, അവന്റെ കാര്യം, അവനെ സഹായിക്കുന്നു, അവനക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അവനെല്ലാം നമ്മുടെ നിന്ന് മേടിച്ചിട്ട് അവന് അവന്റെ ഇഷ്ടപ്രകാരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം അവനോട് താല്പര്യം ഉണ്ടാകും? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ന പോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, പടച്ച റബ്ബ് നമുക്ക് നല്ല വായു നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതാ നല്ല സുഖസുന്ദരമായ ആയുസ് പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലാഹു തആല ശരീരത്തിന്റെ എല്ലാ പ്രകൃതിയും വളരെ ഭംഗിയായിട്ട് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. നല്ല സൗന്ദര്യവും സൗകര്യവും സമ്പത്തും എല്ലാം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ നിന്ന് വ്യതിചരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ? നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ട് അവൻ നമ്മളെ ഇഷ്ടപ്പെടാതെ മടങ്ങുന്നു, നമ്മളെ ഇഷ്ടപ്പെടാതെ പോകുന്നു. അപ്പൊ നമുക്കും ഇവിടെ എത്ര താല്പര്യം ഉണ്ടാകും? അള്ളാഹു അങ്ങനെ തന്നെയല്ലേ? എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മേടിച്ചിട്ട്, എല്ലാ കരങ്ങളും നമ്മൾ റബ്ബിൽ നിന്ന് എല്ലാ കരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് ആ റബ്ബിന് നമ്മളൊന്ന് മനസ്സ് കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയോ വലിയ അധഭാഗ്യവാന്മാരാണ് നമ്മൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, എല്ലാ കാര്യങ്ങളും നാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കണം. പക്ഷെ അതോടുകൂടെ തന്നെ നമ്മുടെ ഹൃദയവും അള്ളാഹുവിലേക്കൊന്ന് വല്ലാത്ത ബന്ധത്തിൽ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് നമ്മൾ മരിക്കണോ? അല്ലാഹുവേ, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കണോ? അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടന്നാൽ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നാൽ, നമസ്കാരമില്ലാതെ നടന്നാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അല്ലാഹുവിനെ ഒരു നിമിഷം പോലും ഒന്ന് ഓർക്കാതെ തൻ്റെ ഹൃദയാന്തരത്തില് അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ ബന്ധത്തെ മറന്നുകൊണ്ട് നടന്നാൽ ആ പടച്ച റബ്ബ് ഒന്നും തന്നെ നമുക്ക് നൽകുന്നില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹത്തിന്റെ കവാടങ്ങളും നമ്മിൽ നിന്ന് കൊട്ടിയടക്കുകയാണ്. നമുക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണോ? ആ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ബന്ധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണേ. ആ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്താൻ, റബ്ബിനെ ഇല്ലാതെ തന്റെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു കാര്യം നാം പറയട്ടെ. നമ്മുടെ നാവിനെ വല്ലാതെ ദിക്ർ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചലിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ ധാരാളമായിട്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണേ, അല്ലാഹുവിനെ ഇങ്ങനെ സ്മരിച്ചു കൊണ്ടിരിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ ദിക്ർ, ആ ദിക്ർ തന്റെ നാവ് കൊണ്ട് നമ്മൾ ചലിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അഫ്ളലു മാ ഖുൽതു വൻ നബിയൂന മിൻ ഖബ്ലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ മുഴുവനും അവിടെ വാക്കിലൂടെ കടന്നു വന്ന ഏറ്റവും വലിയ മഹത്വമുള്ള വചനമേതെന്നറിയോ? ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പുണ്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനമാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുറിവുകളിലേക്ക്
കടന്നു വന്ന അല്ലാഹുവേ 100,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ മുഴുവനും അവിടെ നാക്കിക്കൊണ്ട് പറഞ്ഞ ഏറ്റവും വലിയ സന്ദേശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, അല്ലാഹുവിനെ അല്ലാതെ ഇഷ്ടപ്പെടരുത് എന്ന് പറയുന്ന, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന സുന്ദരമായ വചനമെന്ന് പറയുന്നത് ആ പുണ്യമായ വചനത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, ആ സുന്ദരമായ വചനത്തെ തന്റെ കാതിലോട്ട് ചേർത്ത് വെക്കാൻ, തന്റെ നാവിലോട്ട് ചേർത്ത് വെക്കാൻ, തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ തന്റെ നാവ് കൊണ്ട് എപ്പോഴും അല്ലാഹുവിനെ കേൾക്കാനുള്ള മനസ്സ് വേണം, തന്റെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ തഹ്ലീൽ പറയാനുള്ള മനസ്സ് വേണം, തന്റെ ഹൃദയത്തിൽ ആ അല്ലാഹുവിനേക്കുള്ള അചഞ്ചലമായ ബന്ധത്തെ കൊടുക്കാനുള്ള മനസ്സ് വേണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ചിന്തയാണ്, ഈ സംസാരമാണ്, ഈ കേൾവിയാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് അല്ലാഹുവിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുണ്യമായ വചനം പറയാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ വാങ്ങുമ്പോൾ, എല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ ആ റബ്ബിലേക്ക് നമ്മൾ വലിയൊരു ബന്ധത്തെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഏറ്റവും പുണ്യമായ വചനം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണേ. 100,000-ൽ പരം കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മുഴുവനും വളരെ ആവേശത്തോടു കൂടി നമ്മെ പഠിപ്പിച്ചത്, വളരെ ആനന്ദത്തോടു കൂടി ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പുണ്യമായ വചനത്തെ കൊണ്ട് നടക്കാനാണ്, ആ പുണ്യമായ വചനത്തെ സ്വീകരിപ്പിക്കാനാണ്, ആ വചനം നമ്മളൊന്ന് പറയാനാണ്, ആ വചനം നമ്മളൊന്ന് കൊണ്ടു നടക്കാനാണ്. അതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആവേശത്തോടു കൂടി അതിനെ ഏറ്റെടുത്തിരുന്നത്. അതാണ് മഹാന്മാർ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നിരുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പുണ്യമായ നാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. നിങ്ങൾക്കറിയുമോ, പഴയ കാലത്തെ ഉമ്മമാർ അവിടെ കൈവെള്ളയിലേക്ക് നോക്കിയാൽ തസ്ബീഹ്മാരെ കാണാം, നീണ്ടു കിടക്കുന്ന തസ്ബീഹ്മാരെ കാണാം. അവരതിങ്ങനെ മറിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, തഹ്ലീൽ കൊണ്ടിങ്ങനെ നാവിന് ധന്യമാക്കുമായിരുന്നു, അല്ലേ? നാവിനെങ്ങനെ ധന്യമാക്കുമായിരുന്നു. പഴയകാലത്തെ ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, പഴയകാലത്തെ ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, 100 തഹ്ലീൽ ചൊല്ലാതെ, തസ്ബീഹ് ചൊല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരൂല എന്ന് നമ്മുടെ ഉമ്മമാര് പറഞ്ഞിട്ടുണ്ടാകും. ഇന്നത്തെ ഉമ്മമാരത് പറയാറില്ല, അല്ലെ? നമ്മുടെ വീടിന്റെ ഉള്ളറയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പായ വിരിക്കാൻ ഖുർആൻ ഓതുകയാണ്, മക്കളോ കൂട്ടിയിരുത്തുകയാണ്, തഹ്ലീൽ ചൊല്ലുകയാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്കുള്ള അചഞ്ചലമായൊരു സ്നേഹബന്ധത്തെ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഹൃദയാന്തരത്തിലേക്ക് കടന്നു വരികയാണ്, വീട്ടിന്റെ ഉള്ളറയിലേക്ക് ഇടുകയാണ്. ഇത് പഴയ കാലത്തുള്ള ഏറ്റവും വലിയ ബന്ധങ്ങളായിരുന്നു. ഇന്ന് ആ ബന്ധം മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ബന്ധങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിയോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. എവിടെയോ എവിടെ നിന്നോ കടൽ കടന്നു വന്ന ഒരു വിദേശ സംസ്കാരത്തെ തന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഉമ്മമാര്, നമ്മുടെ കൊച്ചനുജത്തിമാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആഭാസം കാണിക്കുമ്പോൾ എല്ലാം നമ്മൾ മറക്കാണ്. ആ പഴമയുടെ സൗന്ദര്യത്തെ നമ്മൾ മറക്കുന്നുവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. എല്ലാവിധ ആനന്ദവും എല്ലാവിധ സന്തോഷവും അല്ലാഹു നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആദ്യകാലത്ത് നമ്മുടെ ഉമ്മമാർ കുട്ടികളെ ഉറക്കുമ്പോൾ ആ തൊട്ടിലിന്റെ കൈവെള്ളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് പാടുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്
അല്ലാഹുവേ, എന്തൊരു സൗന്ദര്യമായിരുന്നത് കേൾക്കാൻ, എന്തൊരു ആനന്ദമായിരുന്നത് കേൾക്കാൻ. ആ സുന്ദരമായ സുന്ദരമായ സുഖസുന്ദരമായ ഈണത്തിലൂടെ നമ്മുടെ ഉമ്മ ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടച്ചുറങ്ങുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇന്ന് കുട്ടികൾ ജനിക്കുമ്പോ തന്നെ ഇങ്ങനെ മൊബൈൽ ഫോൺ വേണം, കുട്ടികൾ ചോറ് വയ്ക്കണമെങ്കിൽ മൊബൈൽ വേണം, കുട്ടികൾ ഇന്ന് അടങ്ങി നിൽക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം, കുട്ടികൾ ഉറങ്ങണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം. ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം കടന്നുപോയി എന്ന് നമ്മൾ ആലോചിക്കണം അല്ലേ? എന്തിനും മൊബൈൽ ഫോണായി, ഏത് കാര്യത്തിനും മൊബൈൽ ഫോണായിന്ന്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എന്തൊക്കെയോ വല്ലാത്തൊരു ലോകത്തിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അല്ലെ പിഞ്ചു മക്കൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് എന്താ? മൊബൈൽ ഫോൺ. മക്കളെ ഒന്ന് വാശി പിടിച്ച ആ വാശി മാറ്റാൻ കൊടുക്കുന്നത് എന്താ? മൊബൈൽ ഫോൺ അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെന്ന് പറയാൻ പറ്റുമോ? പടച്ച റബ്ബേ, അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ മൊബൈൽ ഫോൺ നമ്മുടെ കുട്ടികളെ കൈക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പടച്ച റബ്ബേ, അതുകൊണ്ട് ഒരുപാട് ദോഷമല്ലാതെ ഒരു നേട്ടമല്ല. ഒരു 11ന്റെ മൊബൈലാകട്ടെ എന്താകട്ടെ നമ്മുടെ കുട്ടികളെ കൈക്ക് നമ്മളെ കൊടുക്കുമ്പോൾ കുട്ടികളപ്പം കരച്ചിൽ നിർത്തും. പിന്നെ കുറച്ചാണ് വലുതാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഓർക്കത് കിട്ടേണ്ടി വരും. കുറച്ചാണ് വലുതായി കഴിഞ്ഞാൽ ഓർക്കത് വേണ്ടി വരും. ഓരോ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഓർക്ക് ഉറക്കം വരൂല. മനസ്സിലാക്കണം നമ്മൾ. ഒരു പൊറുതിയുടെയൊക്കെ ആ സാധനം അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളെ വേണ്ട, ആർക്കും ആരും വേണ്ട അല്ലെ? എവിടെ പോകാണെന്ന് നമ്മളെ കൂടെ കൊണ്ടിരിക്കുന്ന സാധനം എന്താ? മൊബൈൽ ഫോൺ. എല്ലാവരും നമ്മൾ ഒഴിവാക്കും. മാനി വേണ്ട, ബാപ്പാനി വേണ്ട, ആരും വേണ്ട. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കയ്യിൽ കൊണ്ടു നടക്കുന്ന സാധനം എന്താ? മൊബൈൽ ഫോൺ. ഒരു ദിവസം ഒരു കുട്ടിയോട്, ഒരു കഥയിൽ ഞാൻ വായിച്ചു, ഒരു കുട്ടിയോട് ടീച്ചർ ഒരു അഭിപ്രായം എഴുതാൻ പറഞ്ഞു. ഒരു അഭിപ്രായം, എല്ലാവരുടെയും അഭിപ്രായങ്ങളും രക്ഷിതാക്കളെ കുറിച്ചും മറ്റൊക്കെ എഴുതാൻ പറഞ്ഞപ്പോൾ കുട്ടി എഴുതിയത്, ഞാൻ ഒരു മൊബൈൽ ഫോണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. മനസ്സിലാക്കണം നമ്മൾ. ഞാനൊരു മൊബൈൽ ഫോണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഒരു ഒറ്റ വാക്യം കൊണ്ട് പടച്ച റബ്ബേ അത് മാത്രം എഴുതിയിട്ട് ആ കുട്ടി നിർത്തി. എന്നിട്ട് ടീച്ചറുടെ കയ്യിൽ കൊടുത്ത് ടീച്ചർ പിന്നീട് അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാചകം നീ എഴുതിയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാ, എന്നെ ശ്രദ്ധിക്കാറില്ല എൻ്റെ ഉമ്മ എന്നെ അല്ല ശ്രദ്ധിക്കാറ്. ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മാന്റെ കയ്യിലുള്ള എന്താ? മൊബൈൽ ഫോണാണ്. അപ്പൊ ആ മൊബൈൽ ഫോൺ ഞാനായിരുന്നെങ്കിൽ എന്നെ ശ്രദ്ധിക്കുമായിരുന്നല്ലോ എന്ന് ആ കുട്ടി അവിടുന്ന് സങ്കടത്തോടെ എഴുതിയ ഒരു കഥ ഞാൻ ഒരിക്കലും വായിക്കണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മുടെ മക്കൾ എവിടെ പോണു, നമ്മുടെ മക്കള് എന്തൊക്കെ കാട്ടണം, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ഉള്ളിലിരുന്ന പടച്ച റബ്ബക്ക് നമുക്ക് നല്ല മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സമാധാനം അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാൻ, അഫ്ളലു മാ ഖുൽതു വന്നബിയൂന മിൻ ഖബ്ലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, എൻ്റെ മുമ്പ് വന്നിരുന്ന പ്രവാചകന്മാരും ഞാനും ഒക്കെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് പറയുന്ന കാര്യം അല്ലെ എന്താണത്? ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ ആരാധിക്കുക അല്ലെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പുണ്യമായ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു കാര്യം അല്ലെ, ആ ഒരു ബന്ധപ്പെടുന്ന കാര്യം കൊണ്ടാണ് നമ്മൾ മരിക്കുക എന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിക്ർ ചൊല്ലാനാണെങ്കിൽ പഠിച്ചോനെ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ മരിക്കും. ഖുർആൻ ഓതാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മൾ മരിക്കും അല്ലേ? മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും ആ നല്ലതിനെ നമ്മൾ തേടിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകം ഇത് ആഖിർ സമാനാണ്, അവസാന കാലഘട്ടമാണ്. ഈ അവസാന കാലഘട്ടം വരുമ്പോൾ ദീനിനെ മുറുകെ പിടിക്കാൻ വല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഉള്ള ഈമാനെ കൊണ്ട്, നമ്മുടെ ഉള്ള ഈമാന് കൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമോ അത് നമ്മൾ ഈ ദീനിനെ മുറുകെ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. അള്ളാന്റെ റസൂല് തന്നെ നമ്മെ പഠിപ്പിച്ചതാണല്ലോ. ഇനി ദീനിനെതിരെ ഫുള്ള് ശത്രുക്കളായിരിക്കും, ഇസ്ലാമിനെതിരെ മുഴുവനും ശത്രുക്കളായിരിക്കും. അതേപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഫുള്ള് എതിർപ്പുകളായിരിക്കും. ഇന്ന് ദുനിയാവിന്റെ സൗന്ദര്യത്തെ മാത്രം കാണിക്കുമ്പോൾ അതിനെ മാത്രം സപ്പോർട്ട്
ചെയ്യുന്ന ആളുകളായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതം ഇനിയും അങ്ങോട്ടുണ്ടാവുക. പക്ഷേ ഈമാൻ മനസ്സിനകത്ത് ഉണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടി, എൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല എന്നൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ പിടിച്ചു നിൽക്കണം. എന്നിട്ട് നമ്മൾ ഈമാനിനെ ഉണ്ടാക്കണം. ആ ഈമാൻ എന്ന് പറഞ്ഞാൽ തഖ്വയോട് കൂടിയിട്ടുള്ള ഈമാനാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും നമ്മൾ ഞാനാണ് വലിയവൻ, ഞാനാണ് എല്ലാം, എനിക്കെല്ലാത്തിനും കഴിയും, ഞാൻ വലിയ വിദ്യാഭ്യാസം ഉള്ളവനാണ്, എനിക്ക് 2 അറിവുണ്ട്, ഭൗതികം എനിക്ക് നല്ലോണം അറിയാം, അതും എനിക്ക് നല്ലോണം, ഈ ഒരു ചിന്തയുള്ള ആളുകൾ ഉണ്ടാകും. പഠിച്ചോനെ ആ ചിന്തയെ നമുക്ക് പാടില്ല, ആ ഒരു ബോധയെ നമുക്ക് പാടില്ല. എപ്പോഴും നമ്മൾ തഖ്വയിലുള്ളവരായിരിക്കണം. മനസ്സിൽ അള്ളാഹുവിലേക്കുള്ള അചഞ്ചലമായ ബന്ധം കൊടുത്തവരായിരിക്കണം. ഇന്ന് ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഓലക്കം വിചാരം എന്താ, ഞാനാണ് എല്ലാം അറിയുന്നവൻ, എന്നെക്കാൾ അറിയുന്നവൻ വേറെ ആരുമില്ല. ഈ ഒരു ചിന്തയിലൂടെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പടച്ച റബ്ബേ, അതുകൊണ്ട് നമുക്ക് പരാജയമല്ലാതെ ഒരു വിജയവും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് നന്മയിൽ വർത്തിക്കാനും നല്ലത് പറയാനും കേൾക്കാനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലത് ചിന്തിക്കണം. അപ്പോൾ നല്ലതിനെ തേടിയിട്ട് നമ്മൾ നടക്കുക. ഇന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോൾ എന്തിനാണ് അള്ളയുണ്ടോ, എന്തിനാണ് നബി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അതിലെ ഉത്തരവും ചിലപ്പോൾ ഉണ്ടാകും. ആ ഉത്തരം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, പഠിച്ചോനെ ഇതന്നെയാണ് ശരി എന്നൊക്കെ നമുക്ക് തോന്നും. ഉണ്ടാവാൻ പാടില്ല. ആ തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലാക്കണം. നമ്മൾ ആ തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തിനാണ് ഔലിയാക്കളെ അവരെ നമ്മൾ ബഹുമാനിക്കുന്നത്? അവരെന്തിനാ സിയാറത്ത് ചെയ്യുന്നത്? ഖബർ സിയാറത്ത് പറ്റുമോ? മൗലിദ് പറ്റുമോ? അല്ലെ? അവസാനം എത്തി അല്ലാഹ് ഉണ്ടോ എന്ന ചോദ്യത്തിലേക്ക് വരെ ഈ നാളുകൾ നീങ്ങിക്കൊണ്ടിരിക്കാൻ. അപ്പോ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ആ റബ്ബിനെ കൈവിടാതെ നമ്മളെപ്പോഴും പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.